മഹാത്മാണ്. ആ ഹബീബ് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്നുള്ളത്. അല്ലാഹു തആല അവന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പല ഘട്ടങ്ങളായി അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്നുള്ളത്. ഒരിക്കൽ അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബ, ജനങ്ങളിൽ വെച്ച് അല്ലാഹു തആലയിലേക്ക് ഒരു അഹ്ലുകാരുണ്ട്. ആ സമയത്ത് പ്രവാചകരോട് സ്വഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാരെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്നുള്ളത് ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാരെന്ന് അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ മഹാന്മാരും അവിടുത്തെ പണ്ഡിതന്മാരും ഒക്കെ അള്ളാഹുവിന്റെ ഖുർആനെ നല്ലവണ്ണം ബഹുമാനിച്ചുകൊണ്ടും ധാരാളം ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടുവന്നവരാണ്. അവരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തന്റെ 30-ാം വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനവരുകൾ മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശ് പോലും അവിടെ നിന്ന് വിറച്ചു പോയെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാനവരുകൾ 30-ാം വയസ്സിൽ ഇസ്ലാമിൽ കടന്നു വന്ന മഹാനവരുകൾ അവിടെ നിന്ന് 36-ാമത്തെ വയസ്സാകുമ്പോൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. 6 വർഷക്കാലം മാത്രമാണ് മുസ്ലിമായി അദ്ദേഹം ജീവിച്ചത്. 6 വർഷക്കാലം മുസ്ലിമായി ജീവിച്ച അദ്ദേഹം അവിടെ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ അള്ളാഹുവിന്റെ അർശ് പോലും അവിടെ നിന്ന് വിറച്ചു പോയി. അവിടെ നിന്ന് ഹബീബായ തങ്ങളും സ്വഹാബാക്കളും ഒക്കെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ജനാസ അവിടെ നിന്ന് കുളിപ്പിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനവരുകളെ ജനാസ ചുമന്ന സ്വഹാബികൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ല നബിയെ, എന്തുകൊണ്ടാണ് സഅദിന്റെ ജനാസ, എന്തുകൊണ്ടാണ് സഅദ് തങ്ങളുടെ ജനാസ ഭാരമില്ലാത്തത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഅദിന്റെ ജനാസ ചുമക്കാൻ ഈ ഭൂമിലോകത്ത് 70,000 മലക്കുകൾ വന്നിട്ടുണ്ട്. 70,000-ഓളം മലക്കുകൾ വന്നുകൊണ്ട് എനിക്ക് പോലും ഈ ഭൂമിലോകത്ത് നടന്നുകൊണ്ട് പോകാൻ എനിക്ക് പോലും സ്ഥലമില്ല എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ജനാസ അനുഗമിച്ചോടുകൂടെ അവിടെ നിന്ന് പ്രവാചകർ പള്ളിക്കാട്ടിലേക്ക് നടന്നു കൊണ്ടുപോയത് തന്റെ ചൂണ്ടുവിരൽ കുത്തിക്കൊണ്ടാണ് പള്ളിക്കാട്ടിലേക്ക് അവസാനം ഹബീബ് തങ്ങൾ പോയത്. അവിടെ ഖബറിലെത്തിയപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ അതാ സഅദ് തങ്ങളുടെ ഖബറിങ്ങനെ കുഴിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ഖബറിൽ നിന്ന് വല്ലാത്ത പരിമളം അടിച്ചു വീശു